ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ റെഡിയായി നിൽക്കുകയാണ്. നമ്മൾ കോട്ട മൈതാനത്ത് നിസ്കരിക്കാൻ പോകട്ടെ. അപ്പോൾ നേരമൊക്കെ ഇതാ വെളുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ടിക്കു രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ടാട്ടോ അങ്ങനെ കോട്ട മൈതാനത്ത് പള്ളിയിൽ പോകണം നിസ്കരിക്കാൻ. പെരുന്നാൾ നിസ്കാരം പോയ പ്രാവശ്യമൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പ്രാവശ്യം എന്തോ പോകണമെന്നൊരു തോന്നൽ. അപ്പോൾ പോയിട്ട് നിസ്കരിക്കാൻ വിചാരിച്ചു. ഇവിടെ വീട്ടിലാകുമ്പോൾ ഒറ്റയ്ക്ക് നിസ്കരിക്കട്ടെ. അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്ക്. ഉമ്മ വരുന്നില്ല കേട്ടോ. കുട്ടികളോട് ഒറ്റക്കായ കാരണം ഞാനും റിൻഷിങ്ങളും മാത്രമേ പോകണുള്ളൂ. റിയാസ്റ്റിമാണ് ഉമ്മ ഇവിടെ. കുട്ടികൾ ഒറ്റയ്ക്കല്ല. ഉമ്മ ഇവിടെ നിസ്കരിക്കും. ഞങ്ങൾ പോയിട്ട് അടപ്പിക്കാണ് കേട്ടോ. തുടങ്ങി നിസ്കാരം. റിൻഷി നോക്കണേ, പോകുന്നുണ്ടോ? വരും 4 എവിടെ കിട്ടൂല്ലേ? എവിടെ ഇതല്ലേ സൗണ്ട് നോക്ക്. കണ്ടാ കൊത്തിട്ടുണ്ടാ? ശരിക്കും മരം കൊത്തിനു. അല്ലേ മൊത്തം അലങ്കരിച്ചിട്ടുണ്ടല്ലേ. തൊട്ട് അതുവരെ ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്താ നമ്മുടെ പള്ളി. നമ്മുടെ ഈ ഈദ്ഗാഹുമായി അർപ്പിപ്പുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി എല്ലാവരും നല്ല രൂപത്തിൽ സംഭാവന ചെയ്യുമെന്ന് അറിയിക്കുന്നു. ചൈനം ISM അതേപോലെ വിധേയമായവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൽ ആ ഇബാദത്തുകളെല്ലാം പരമാവധി നിർവഹിക്കാൻ അല്ലാഹു നമ്മളെ സഹായിക്കുകയും ആ ഇബാദത്തുകൾ പൂർത്തീകരിച്ചതിന്റെ ഫലമായി അല്ലാഹുവിനോടുള്ള നന്ദിയുടെ പ്രകാശനം എന്ന നിലയിലാണ് ഈദുൽ ഫിത്ർ ആഘോഷിക്കാൻ
ആഗ്രഹമാണ്, താല്പര്യമാണ്, പ്രതീക്ഷയാണ്. സമാധാനത്തോടുകൂടി ജീവിക്കുക. പായ് വെറുതെ എടുത്തത് പെരുന്നാളിന് അതൊക്കെ ഒരു രസമല്ലേ. ആർക്കും വെള്ളം എടുത്ത് കുടിക്കുക. ഞങ്ങൾക്ക് വഴിയിൽ പായസമൊക്കെ കിട്ടി. ഞങ്ങൾക്ക് കിട്ടിയില്ലടാ. താങ്ക് യു. അപ്പം ഞങ്ങൾക്ക് വരുമ്പോൾ ഭാഗ്യമുണ്ട് കേട്ടോ, ഓരോ ഗ്ലാസ് പായസം കിട്ടി. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്ക്, ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പം നമ്മുടെ വണ്ടിയിൽ വേറെ ഒരാൾ കൂടി ഉണ്ട്, വഴിയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കൂട്ടുകാർ. അസ്സലാമു അലൈക്കും. ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പം